സുഹൃത്തുക്കളെ, വീണ്ടും സ്വാഗതം. മോശയുടെ നിയമങ്ങൾക്കും ഈജിപ്തിലെ ബാധകൾക്കും ദാവീദ് ഗോലിയാത്തിനെ വീഴ്ത്തുന്നതിന് നൂറ്റാണ്ടുകൾക്ക് മുമ്പ് കാനാൻ ദേശത്ത് വിസ്മരിക്കപ്പെട്ടൊരു മഹായുദ്ധം നടന്നു. ഭൂമി കുലുക്കിയ ഭീമാകാരന്മാരും അധികാരമോഹികളുമായ രാജാക്കന്മാരും ഏറ്റുമുട്ടിയ യുദ്ധം. ബൈബിളിലെ ഉൽപ്പത്തി പുസ്തകം 14 അധ്യായത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്ന ചരിത്രത്തിലെ ആദ്യത്തെ അന്താരാഷ്ട്ര യുദ്ധം. കിഴക്കൻ ദേശത്തു നിന്നുള്ള 4 സാമ്രാജ്യങ്ങൾ ഒന്നിച്ചുകൂടി. അവരുടെ ലക്ഷ്യം നഗരങ്ങൾ കീഴടക്കുക മാത്രമല്ല, നെഫിലിമുകളുടെ പിൻഗാമികളായ റഫായാം പോലുള്ള രാക്ഷസവർഗങ്ങളെ ഉന്മൂലനം ചെയ്യുക കൂടിയായിരുന്നു. പക്ഷേ ഈ കൊടുങ്കാറ്റിന്റെ നടുവിൽ രാജാവല്ലാത്ത, സൈന്യാധിപനല്ലാത്ത ഒരാൾ വന്നുപെട്ടു. ഒരു സാധാരണ ആട്ടിടയൻ, അബ്രഹാം. തന്റെ കുടുംബത്തെ രക്ഷിക്കാൻ വെറും 318 വേലക്കാരുമായി 10,000 ഭീമന്മാരും സൈന്യവുമുള്ള 4 രാജാക്കന്മാർക്കെതിരെ അബ്രഹാം നടത്തിയ അവിശ്വസനീയമായ പോരാട്ടത്തിന്റെ കഥയാണിത്. നമുക്ക് ആ ചരിത്രത്തിലേക്കൊന്ന് സഞ്ചരിച്ചാലോ? നമുക്കറിയാവുന്ന അബ്രഹാം വിശ്വാസത്തിന്റെ പിതാവാണ്. എന്നാൽ ഉൽപ്പത്തി 14 നമ്മൾ കാണുന്നത് ഒരു പോരാളിയായ അബ്രഹാമിനെയാണ്. അബ്രഹാം കാനാൻ ദേശത്ത് താമസിക്കുമ്പോൾ ചുറ്റുമുള്ള പ്രദേശം ആത്മീയ ഇരുട്ടിലായിരുന്നു. സോദോം ഗോമോറ തുടങ്ങിയ 5 നഗരങ്ങൾ പാപത്തിൽ മുങ്ങിത്താഴ്ന്നവയായിരുന്നു. എന്നാൽ ഈ നഗരങ്ങൾക്ക് മുകളിൽ മറ്റൊരു ഭീഷണി ഉണ്ടായിരുന്നു. 12 വർഷക്കാലം അവർ കിഴക്കൻ ദേശത്തെ 4 രാജാക്കന്മാർക്ക് കപ്പം കൊടുത്ത് അടിമകളായി ജീവിച്ചു. 13-ാം വർഷം അവർ വിമത ശബ്ദമുയർത്തി. ഇനി ഞങ്ങൾ കപ്പം തരില്ല എന്ന് അവർ പ്രഖ്യാപിച്ചു. പക്ഷേ ആ തീരുമാനം ഒരു വലിയ ദുരന്തത്തിലേക്കാണ് നയിച്ചത്. കിഴക്കൻ രാജാക്കന്മാർ വെറുതെ വന്നില്ല. അവർ വന്നത് നെഫിലിമുകളുടെ പിൻഗാമികൾ ജീവിച്ചിരുന്ന മലമ്പ്രദേശങ്ങളിലൂടെയാണ്. ബൈബിൾ പറയുന്നു, റഫായിമുകൾ, എമീമുകൾ, സുസീമുകൾ ഇവർ വെറും മനുഷ്യരായിരുന്നില്ല. ഭീമാകാരമായ ശരീരവും അമാനുഷിക ശക്തിയുമുള്ള ദൈവത്തോട് മത്സരിച്ച് വീണ മാലാഖമാരുടെ സന്തതി പരമ്പരകൾ. ഈ 4 രാജാക്കന്മാർ ഈ രാക്ഷസവർഗങ്ങളെ തകർത്തെറിഞ്ഞുകൊണ്ടാണ് സോദോമിന് നേരെ പാഞ്ഞെടുത്തത്. ചാവുകടലിന്റെ അടിത്തട്ടിൽ എന്ന് വിശ്വസിക്കപ്പെടുന്ന സിദ്ധ്യൻ താഴ്വരയിൽ വെച്ച് യുദ്ധം നടന്നു. സോദോമിലെയും ഗോമോറിലെയും രാജാക്കന്മാർക്ക് പിടിച്ചു നിൽക്കാനായില്ല. ആ താഴ്വര ടാർ കുഴികൾ കൊണ്ട് നിറഞ്ഞതായിരുന്നു. പലരും അതിൽ വീണു മരിച്ചു. ബാക്കിയുള്ളവർ മലകളിലേക്ക് ഓടിപ്പോയി. യുദ്ധം കഴിഞ്ഞപ്പോൾ ബാക്കിയായത് കൊള്ളയടിക്കപ്പെട്ട നഗരങ്ങൾ മാത്രം. എന്നാൽ അബ്രഹാമിനെ സംബന്ധിച്ചിടത്തോളം ഇത് വെറും ഒരു വാർത്തയായിരുന്നില്ല. കാരണം ആ തടവുകാരുടെ കൂട്ടത്തിൽ അവന്റെ സ്വന്തം സഹോദരപുത്രൻ ലോത്ത് ഉണ്ടായിരുന്നു. സമ്പത്തും സുഖസൗകര്യങ്ങളും തേടി സോദോമിലേക്ക് പോയ ലോത്ത് ഇപ്പോൾ വെറും ഒരു യുദ്ധത്തടവുകാരനായി മാറിയിരിക്കുന്നു. ഇവിടെയാണ് കഥയുടെ ഗതി മാറുന്നത്. അബ്രഹാം ഒരു രാജാവല്ല, അവന് വലിയ സൈന്യവുമില്ല. പക്ഷേ ലോത്തിനെ പിടിച്ചുകൊണ്ടുപോയി എന്നറിഞ്ഞപ്പോൾ അബ്രഹാം വെറുതെ ഇരുന്നില്ല. തന്റെ വീട്ടിൽ ജനിച്ചു വളർന്ന വിശ്വസ്തരായ 318 വരെ അവൻ ആയുധം ധരിപ്പിച്ചു. യുക്തിക്ക് നിരക്കാത്തൊരു തീരുമാനമെടുത്തു. ഭീമാകാരന്മാരെ പോലും വീഴ്ത്തിയ 4 സാമ്രാജ്യങ്ങളുടെ സൈന്യത്തോട് വെറും 318 പേർ എങ്ങനെ പോരാടും? ഉത്തരം ലളിതമാണ്: തന്ത്രം, പിന്നെ ദൈവത്തിന്റെ കരം. രാത്രിയുടെ മറവിൽ അബ്രഹാം അവരെ ആക്രമിച്ചു. ശത്രുക്കൾ ചിന്തിക്കുന്നതിന് മുൻപേ അബ്രഹാമിന്റെ ചെറിയ സംഘം അവരെ ചിതറിച്ചു. അത് വെറുമൊരു യുദ്ധമായിരുന്നില്ല, അതൊരു ദൈവിക ഇടപെടലായിരുന്നു. അബ്രഹാം ലോത്തിനെ മാത്രമല്ല, നഷ്ടപ്പെട്ട എല്ലാ സമ്പത്തിനെയും ജനങ്ങളെയും വീണ്ടെടുത്തു. ഭീമന്മാർക്ക് ചെയ്യാൻ കഴിയാത്തത് ദൈവത്തിൽ വിശ്വസിച്ച ഒരു മനുഷ്യൻ ചെയ്തു. യുദ്ധം ജയിച്ചു വന്ന അബ്രഹാമിനെ കാത്ത് അത്ഭുതകരമായ ഒരു കൂടിക്കാഴ്ച നടന്നു. സോദോം രാജാവ് സമ്പത്തുമായി വന്നപ്പോൾ ഷാലേം രാജാവായ മൽക്കീസദേക്ക് അപ്പവും വീഞ്ഞുമായി അബ്രഹാമിനെ എതിരേറ്റു. ആരാണ് ഈ മൽക്കീസദേക്ക്? വംശാവലികളില്ലാത്ത, തുടക്കവും ഒടുക്കവുമില്ലാത്ത മഹോന്നതനായ ദൈവത്തിന്റെ പുരോഹിതൻ. നൂറ്റാണ്ടുകൾക്ക് ശേഷം വരാനിരിക്കുന്ന യേശുക്രിസ്തുവിന്റെ ഒരു നിഴലായിരുന്നു മൽക്കീസദേക്ക്. അബ്രഹാം യുദ്ധത്തിൽ പിടിച്ച ഒന്നിനും അവകാശം പറഞ്ഞില്ല. പകരം മൽക്കീസദേക്കിന് ദശാംശം നൽകിക്കൊണ്ട് തന്റെ വിജയം ദൈവത്തിൻ്റെതാണെന്ന് അവൻ പ്രഖ്യാപിച്ചു. എന്തുകൊണ്ടാണ് ഈ പഴയ യുദ്ധം ഇന്നും നമുക്ക് പ്രധാനപ്പെട്ടതാകുന്നത്? കാരണം നമ്മളൊരു യുദ്ധക്കളത്തിലാണ്. വാളുകൾ കൊണ്ടല്ല, മറിച്ച് ഭയം, രോഗം, തകർച്ച, പാപം എന്നീ ഭീമാകാരന്മാർക്കെതിരെയാണ് നമ്മുടെ യുദ്ധം. ലോത്തിനെ പോലെ തെറ്റായ തീരുമാനങ്ങൾ നമ്മളെയും ചിലപ്പോൾ കുടുക്കിയേക്കാം. പക്ഷേ ഓർക്കുക, നമ്മളെ തേടി വരുന്ന, നമ്മളെ വീണ്ടെടുക്കുന്ന ഒരു ദൈവമുണ്ട് നമുക്ക്. അബ്രഹാമിന് 318 വരെ ഉണ്ടായിരുന്നുള്ളൂ. പക്ഷെ ദൈവം കൂടെ ഉണ്ടായിരുന്നു.
നിങ്ങളുടെ മുന്നിലുള്ള പ്രശ്നങ്ങൾ എത്ര വലുതാണെങ്കിലും നിങ്ങൾ ഒറ്റയ്ക്കല്ല, വിശ്വാസത്തിൽ ചുവടുവെക്കുക. അബ്രഹാമിന് ജയം നൽകിയ അതേ ദൈവം നിങ്ങൾക്കും ജയം നൽകും. ഇന്നത്തേക്ക് ഇത്രമാത്രം. ഈ വിഷയത്തെക്കുറിച്ച് ഇനിയും ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട്. നിങ്ങൾ ഇത്രയും നേരം ഇത് ശ്രദ്ധിച്ചതിന് ഞാൻ നന്ദി പറയുന്നു. ഈ വിഷയത്തെക്കുറിച്ച് നിങ്ങളുടെ ചിന്തകളും അഭിപ്രായങ്ങളും താഴെ കമൻറ്റ് ചെയ്യാൻ, ഈ അറിവ് മറ്റുള്ളവരിലേക്ക് എത്തിക്കാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ഞാൻ നിങ്ങളെ പ്രോത്സാഹിപ്പിക്കുന്നു. ഉണർന്നിരിക്കുക, അറിവുള്ളവരായിരിക്കുക, സുരക്ഷിതരായിരിക്കുക. ഉടൻ തന്നെ മറ്റൊരു വിഷയമായി നമുക്ക് വീണ്ടും കാണാം.